പാക് സംഘർഷത്തിനു ശേഷം കടക്കെണിയിലും സാമ്പത്തിക ഞെരുക്കത്തിലും പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാനെ സഹായിക്കാൻ ഉറ്റ സുഹൃത്ത് രാജ്യമായ തുർക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യ പ്രതിരോധ രംഗങ്ങളിൽ കൂടുതൽ ശക്തിയാർജിച്ചു വരുന്ന സാഹചര്യത്തിലാണ് തുർക്കിയുടെ നിലവിലെ ഈ കടന്നുവരവ്. ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നിന്ന് ഇന്ത്യയെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ പാകിസ്ഥാനെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്താൻ പോകുന്നത്. പാകിസ്ഥാന്റെ പൊതുമേഖല എണ്ണ കമ്പനികളുമായി സഹകരിച്ച് തുർക്കി എണ്ണ കമ്പനികൾ പാകിസ്ഥാന്റെ തീരക്കടലിൽ എണ്ണ വാതക പര്യവേക്ഷണം നടത്തുമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാൻ വ്യക്തമാക്കി. പാകിസ്ഥാൻ സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. എണ്ണ വാതക പര്യവേക്ഷണം, ഖനനം, ഉൽപാദനം, അപൂർവ മൂലകങ്ങളുടെ ഖനനം എന്നിവയിലും തുർക്കി കമ്പനികൾ പാകിസ്ഥാനുമായി സഹകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. എണ്ണ പര്യവേക്ഷണം സംബന്ധിച്ച കരാറിൽ പാകിസ്ഥാൻ തുർക്കി കമ്പനികൾ ഈ വർഷം ആദ്യം ഒപ്പുവെച്ചിരുന്നു. പാകിസ്ഥാനി കമ്പനികളുമായി ചേർന്ന് പ്രധാനമായും ടർക്കിഷ് പെട്രോളിയം കോർപ്പറേഷനാണ് പര്യവേക്ഷണം നടത്തുക. വർഷങ്ങൾ നീണ്ട പഠനങ്ങൾക്കൊടുവിലാണ് പാകിസ്ഥാന്റെ തീരക്കടലിൽ ക്രൂഡ് ഓയിൽ, ഗ്യാസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. ലോകത്തെ 4ാമത്തെ വലിയ എണ്ണഖനിയാണിതെന്നാണ് വിലയിരുത്തൽ. പര്യവേക്ഷണവും ഖനനവും ഉൽപാദനവും യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാന് സാമ്പത്തികമായി അത് വൻ ലോട്ടറിയാകും. ഊർജോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും കയറ്റുമതിക്കും പാകിസ്ഥാന് കഴിയും. നിലവിൽ ഏറ്റവും വലിയ എണ്ണഖനികളുള്ളത് വെനസ്വേല, സൗദി അറേബ്യ, കാനഡ എന്നീ രാജ്യങ്ങളിലാണ്. എണ്ണഖനി കണ്ടെത്തിയെങ്കിലും അതിൽ നിന്ന് എണ്ണ ഖനനം ചെയ്യുകയും ഉൽപാദനവും സംസ്കരണവും നടത്തുകയും ഭീമമായ ചെലവുള്ള കാര്യമാണ്. സൗദി അറേബ്യൻ എണ്ണ കമ്പനിയായ വാഫിയുടെ കീഴിൽ ഷെൽ പാകിസ്ഥാൻ എന്ന കമ്പനി പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്നു. ഇവർ 2023 പാകിസ്ഥാനിലെ ബിസിനസ് സൗദി അരാംകോയ്ക്ക് കൈമാറി. പക്ഷേ ആഴക്കടലിൽ കണ്ടെത്തിയ എണ്ണഖനിയിൽ പര്യവേക്ഷണത്തിന് ഒരു വിദേശ കമ്പനി പോലും മുന്നോട്ട് വന്നില്ല. ഇതിനിടെ പാകിസ്ഥാനിൽ ചൈനക്കാർക്കു നേരെ ഉൾപ്പെടെ ഭീകരാക്രമണങ്ങൾ ഉണ്ടായത് വിദേശ പങ്കാളിത്തമുള്ള ഒട്ടുമിക്ക പദ്ധതികളും നിശ്ചലമാകാനും വഴിവെച്ചു. ആഴക്കടൽ ഖനനത്തിന് നിലവിൽ പാകിസ്ഥാനുമായി സ്വന്തമായി സാങ്കേതിക വിദ്യകളില്ല. വിദേശ സഹായം അനിവാര്യവുമാണ്. ഈ സാഹചര്യത്തിലാണ് ടർക്കിഷ് കമ്പനികൾ കണ്ടെത്തിയ ഖനിയിൽ നിന്ന് 10% ഖനനം ചെയ്യാൻ തന്നെ 3 ലക്ഷം കോടി ഇന്ത്യൻ രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് വിലയിരുത്തലുകൾ. എണ്ണ, പ്രകൃതിവാതക പര്യവേക്ഷണത്തിനു പുറമെ വാണിജ്യ, പ്രതിരോധ മേഖലകളിലും ഇരു രാജ്യങ്ങളും സഹകരിക്കുമെന്ന് ഹഗാൻ ഫിദാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലെ വാണിജ്യ ബന്ധം സമീപഭാവിയിൽ $500 കോടി, അതായത് 43,000 കോടി രൂപ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയെന്നോണം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ഉന്നമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യാക്രമണ വേളയിൽ പാകിസ്ഥാന് പിന്തുണയുമായി തുർക്കി രംഗത്തെത്തിയിരുന്നു. തുർക്കി നൽകിയ ആയുധങ്ങൾ ഇന്ത്യക്കെതിരായ ആക്രമണത്തിന് പാകിസ്ഥാൻ ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.